രാജാവും മന്ത്രിയും കൂടി വേഷം മാറി നാട് കാണാൻ ഇറങ്ങിയതാണ്. ഒരു പാവപ്പെട്ട കർഷകൻ്റെ വീട് കണ്ടു. ദൂരെ നിന്ന് തന്നെ അവിടെ നിന്ന് പാട്ടും സന്തോഷമൊക്കെ കേൾക്കാം. അപ്പോൾ രാജാവ് മന്ത്രിയോട് പറഞ്ഞോട് എനിക്ക് അവരോട് അസൂയ തോന്നുന്നു, എനിക്ക് വലിയ കൊട്ടാരവും സമ്പാദ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതുപോലെ സന്തോഷിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്താണോ ഇവരിങ്ങനെ എത്ര സന്തോഷിക്കുന്നത്? മന്ത്രി പറഞ്ഞു, അവർ 99 ക്ലബ്ബിലെ അംഗങ്ങളല്ല രാജാവേ. എടോ എന്താണ് 99 ക്ലബ്ബ്? മന്ത്രി പറഞ്ഞു, എനിക്ക് 99 ഗോൾഡ് കോയിൻ എന്താ, പിന്നെ 6 മാസം സമയം എന്താ, പറഞ്ഞുതരാം. രാജാവ് 99 ഗോൾഡ് കോയിൻ മന്ത്രിക്ക് കൊടുത്തു. മന്ത്രി അത് അന്ന് രാത്രി ആരും കാണാതെ ഈ കർഷകൻ്റെ വീട്ടുപടിക്കൽ വെച്ചിട്ട് പോയി. രാവിലെ എഴുന്നേറ്റ കർഷകൻ അത്ഭുതപ്പെടുന്നു. ഗോൾഡ് കോയിൻസ് ഉണ്ട്. അയാൾ എണ്ണുമ്പോൾ 99 ഉള്ളൂ. അയാൾ വീണ്ടും എണ്ണി, 99 ഉള്ളൂ. ഭാര്യയും മക്കളൊക്കെ എണ്ണി, 99 ഉള്ളൂ. പോയി കർഷകൻ പറഞ്ഞു, ഏത് പൊട്ടനാണാവോ ഇത് കൊണ്ടുവച്ചത്, എണ്ണാൻ പോലും അറിയില്ല, 100 ഇല്ലല്ലോ. പിന്നീട് ഈ കർഷകൻ്റെ ജീവിതം അങ്ങ് മാറുകയാണ്. അയാൾ ഈ 99 100 വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അയാൾ വീട്ടിൽ പൈസ കൊടുക്കാതെ പിശുക്ക് ജീവിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഈ മനുഷ്യനിത് എണ്ണി തിട്ടപ്പെടുത്തും, എന്നിട്ട് കട്ടിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വയ്ക്കും. ഓരോ ദിവസം പൈസ എണ്ണുമ്പോൾ അയാൾ ഞെട്ടിപ്പോയി, 2 എണ്ണം കുറവാണ്. ഭാര്യ പറഞ്ഞു, ഞാൻ വീട്ടിലവനെടുത്തു. അയാൾ ഭാര്യ ആദ്യമായിട്ട് തല്ലി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മകൻ 2 എണ്ണം കട്ടുകൊണ്ടുപോയി. അയാൾ മകനെയും തല്ലി. അങ്ങനെ വീട്ടിൽ നിശബ്ദമായി, സന്തോഷമില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രാജാവും മന്ത്രിയും കൂടി അതേ വീടിനുകൊണ്ട് കടന്നു പോകുമ്പോൾ രാജാവ് പറഞ്ഞു, എടോ ഒരു വീടിന് ഇതെങ്ങനെ മാറാൻ പറ്റും, ചത്ത വീട് പോലെ ആയല്ലോ, എന്നാ പറ്റിയവർക്ക്? മന്ത്രി പറഞ്ഞു, നൗ ദേ ആർ ഒഫീഷ്യലി ദി മെമ്പേഴ്സ് ഓഫ് 99 ക്ലബ്. വാട്ട് ഈസ് 99 ക്ലബ്? രാജാവ് ചോദിച്ചു. രാജാവ് ഇത്രയേ ഉള്ളൂ, ഈ 99 ക്ലബിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ 99 ഗോൾഡ് കോയിൻസ് ഉണ്ട്. പക്ഷേ അത് 100 ഓട്ടത്തിനിടയിൽ കയ്യിലുള്ള 99 അവർ ഉപയോഗിക്കുന്നില്ല. അവരാണ് 99 ക്ലബിലെ അംഗങ്ങൾ. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, നിങ്ങളുടെ ജീവിതം തന്നെ കാർന്ന് തിന്നുന്ന ഡെപ്പോസിറ്റ്സ് കരുതാതിരിക്കുക. ബാങ്കിലായാലും ശരീരത്തിലായാലും ഡെപ്പോസിറ്റ്സ് കൂടുമ്പോൾ ഡോക്ടേഴ്സ് പറയും, യു ആർ സിക്ക്.